പിന്നെ ഒരു പാലയിടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെയാണല്ലോ. അത് വലിയ കടുകട്ടിക്കാരിയൊന്നും അല്ല. നിങ്ങളെ സംബന്ധിച്ചതൊരു പുഷ്പം പറിക്കുന്ന ലാഘവത്തോടുകൂടി ചെയ്യാവുന്നതാണ്. അണ്ണൻ കാര്യം പറ. ഇത് നിങ്ങളുടെ മായ ടീച്ചറല്ലേ? അതെ, മായ ടീച്ചറുണ്ട്. ഇത് ടീച്ചർ കൊണ്ടുപോയി കൊടുക്കണം. ഇത് മൊത്തം എനിക്ക് ടീച്ചറോട് പറയാനുള്ളത്. എടാ എടാ ഇനി മായ ടീച്ചറെ നിങ്ങൾ എനിക്ക് സെറ്റാക്കി തരണോന്ന്. സിമ്പിൾ പരിപാടി. ഇപ്പൊ ഈ ലെറ്റർ അങ്ങ് അതിന് മായ സെറ്റാക്കി തരാം. പക്ഷെ നമ്മളെ കാര്യത്തില് അണ്ണന്റെ എല്ലാ തന്ത്രവും കഴിഞ്ഞില്ലല്ലേ? നീ ഇപ്പൊ സ്ഥാനാർത്ഥി ശ്രീകുട്ടനല്ല, ക്ലാസ് ലീഡർ ശ്രീകുട്ടനാണ്. താങ്ക്സ് അണ്ണ. അതിപ്പം ഞാൻ ഇത് കൊടുത്തിട്ട് വരാം. ഇങ്ങോ ജയിച്ചിട്ടേ വരൂ. വല്ലാത്തൊരു ഗസ്ട്രോളായിപ്പോയി. അയ്യ എന്താ രളി, ഒന്ന് കയറ്റി വെക്കാൻ പോലും വരല്ലേ ചേട്ടാ. ഒന്ന് പോടെ. അതിനേക്കാളും വലിയ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ്. എന്തിനാണ് നിങ്ങളെ ഭയങ്കര കാര്യം? I have offer. They can reuse. എന്തൊരു എടാ നിനക്ക് മായ അറിയില്ലേ? നമ്മുടെ പഴയ സുധാകരൻ സാറിന്റെ മോള്. മറ്റേ പേടി വളർത്തുള്ള. പിന്നെ അവരിൽ നാലാണ് സ്കൂളിൽ പഠിപ്പിക്കണേ. അറിയാമോ? ആയുപത്രോടോ പറയ്. അതിനിപ്പോ ഒന്നും ഇല്ല. ഞാൻ അവളെ ഭാര്യയാക്കാൻ തീരുമാനിച്ചു. ആദ്യം ഇവന്മാരോട് ഒരു കത്ത്, എന്നിട്ട് ഞാൻ പടിപടിയായി ചീവി ചീവി അങ്ങ് കേറും. സന്തോഷാർത്ത പറയട്ടാ. അണ്ണാ നിങ്ങളെ ഇപ്പൊ ഒരു കിളിവാതിലും കൊത്തുപണിയായിട്ട് ഒരു കട്ടിൽ കയറ്റി വിട്ടത് ഓർമ്മ വേണ്ട. അത് ആർക്ക് വേണ്ടിട്ടെന്ന് അറിയാമോ? അണ്ണാ അത് മായ ടീച്ചറിന് വേണ്ടിട്ടാണ്. പിന്നെ ഒരു കാര്യം പറയണ്ട, അടുത്ത മാസം ഈ മായ ടീച്ചറിന്റെ കല്യാണമാണ്. മറ്റേ സീനിയർ നടനുണ്ടല്ലേ രാകേഷ്, അവനെയാണ് അവള് കല്യാണം കഴിക്കുന്നത്. ഇതൊന്നും അറിഞ്ഞൂടാ നടക്കണല്ലേ അണ്ണാ, പരമ കഷ്ടം. എന്നാണ് നിങ്ങൾ എന്തിനു ഇതിനു വേണ്ടി അണ്ണാ? ഹലോ ദിനേശേട്ടനല്ലേ? അതിലിങ്ങനെ ചൊറിയാതെ ഇത് മാറും. നിനക്കിങ്ങനെ പറയാ, എനിക്ക് ചൊറിയണം. അയ്യോ ധനിരമ വിളി, ഞാൻ പോയി തയ്യാറെടുത്തിട്ട് വരാം.